വീടിൻ്റെ അടുത്ത് ഒത്തിരി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അവിടെ ഒന്നും സ്ഥിരമായിട്ട് പോകാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. ഇത് ചെറുപുറത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. വീടിന് തൊട്ടടുത്ത് തന്നെ അമ്പലമാണ്. പിള്ളേരും വൈഫും തൊഴുതിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. തൊട്ട് താഴെയാണ് വലിയകാവ് ഭഗവതി ക്ഷേത്രം. ഇതിനോട് ചേർന്ന് ഒരു ചിറയുണ്ട് കേട്ടോ. ചിറയിൽ മീനൂട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒന്ന് അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ചിറ. വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ചിറയാണ് കേട്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി പിള്ളേർ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീനുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. ഇവിടെ മീനുകൾ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇത് മഴയൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല, ക്ലിയർ ആവണില്ല കേട്ടോ. അപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങൾ ഇറങ്ങുകയാണേ. ഇത് സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ആയില്യപൂജയ്ക്ക് വിശേഷമായിട്ടുള്ള പൂജകളൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടി ചെറിയ ഓട്ടങ്ങൾ പോയതാണ്. ടൗണിൽ പോയിട്ട് വന്നപ്പോൾ കണ്ടാണ് കേട്ടോ ഈ കുരുപ്പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ആ തോടിനക്കരയായിട്ട് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഈ പള്ളിപ്പെരുന്നാളിനനുബന്ധിച്ച് എന്തോ കാർണിവലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ചെറിയ പള്ളിയിലേക്ക് ഒരു ഓട്ടം കിട്ടി കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയി ആൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നേ. തങ്കളത്ത് വർക്ക്ഷോപ്പിലേക്ക് പോകണം. പെരിയാർന്നാണ് കേട്ടോ വർക്ക്ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം ചെല്ലുന്ന ആളായതുകൊണ്ട് പണിയൊക്കെ അവർ പെട്ടെന്ന് കഴിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് പ്രത്യേകിച്ച് തിരക്കുകളോ ഓട്ടങ്ങളൊന്നും ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ ഓട്ടങ്ങളൊന്നും ഉണ്ടാവാറില്ല. വീട്ടിലെത്തിയപ്പോൾ നല്ല മഴയുണ്ട്. വണ്ടിയൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നമസ്കാരം.